യഥാർത്ഥത്തിൽ കെ പി എസ് സിയിൽ പിളർപ്പുണ്ടാകുന്നത് 1960-ലാണ്. 1960-ൽ കെ പി എസ് സിയിൽ പിളർപ്പുണ്ടാകുന്നു. കാരണം കെ പി എസ് സിയിൽ നിങ്ങളെന്നൊക്കെ മനസ്സിലാക്കുന്ന നാടകം കഴിഞ്ഞപ്പോൾ പിന്നെ വരുന്നത് സർവേക്കൽ എന്ന നാടകമാണ്. തോപ്പിൽ ഭാസിയുടെ ഏറ്റവും മികച്ച നാടകം. അരങ്ങിൽ അത് വിജയമായിരുന്നില്ല, പക്ഷേ രചനാപരമായി വലിയ വിജയം കണ്ട നാടകമാണ്. സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ പുസ്തകത്തിനാണ്. അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഏതാനും നാടകങ്ങൾ നടത്തി വന്നതിന് ശേഷമാണ് കെ പി എസ് സിക്ക് ഒരു ഉത്തരേന്ത്യൻ പര്യടനം നിശ്ചയിക്കുന്നു. അങ്ങനെ ഉത്തരേന്ത്യൻ പര്യടനത്തിന് പോകുന്നു. പര്യടനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കെ പി എസ് സിയിൽ ഒരു റിഫ്റ്റ് ഉണ്ടാകുന്നു. കെ പി എസ് സിയിൽ നിന്നും ഒരു സംഘം പുറത്തേക്ക് പോകാൻ തയ്യാറാകുന്നു. ഒ മാധവൻ കെ പി എസ് സിയിൽ നിന്ന് പോകുന്നു. 1960-ലാണ് സംഭവിക്കുന്നത്. ഒ മാധവൻ പോകുന്നു, പ്രൊഫസർ ഒ എൻ വി കുറുപ്പ് പോകുന്നു, ദേവരാജൻ മാഷ് പോകുന്നു, സുലോചന പോകുന്നു. അങ്ങനെ കെ പി എസ് സിയിൽ 60-ലാണ് കെ പി എസ് സിയിൽ യഥാർത്ഥത്തിൽ പിളർപ്പുണ്ടാകുന്നതും പിന്നീട് കാളിദാസ കലാകേന്ദ്രം പ്രത്യേകമായി ഉണ്ടാകുന്നു. എന്നാൽ 64-ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിളർപ്പ് ഈ തോപ്പിൽ ഒ മാധവൻ ഉൾപ്പെടെയുള്ള ആളുകൾ പോയി കഴിഞ്ഞപ്പോൾ കെ പി എസ് സി കുറച്ചുകൂടെ വിജിലൻ്റായി. അതൊരിക്കലും രാഷ്ട്രീയമായിരുന്നില്ല. ഇവരൊക്കെ മാറിയത് രാഷ്ട്രീയം കൊണ്ടായിരുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം ഈ ഉത്തരേന്ത്യൻ പര്യടനം കഴിഞ്ഞപ്പോൾ ഉത്തരേന്ത്യൻ പര്യടനത്തിൽ അന്ന് സെക്രട്ടറി ഒ മാധവനാണ് കെ പി എസ് സി സെക്രട്ടറി. അപ്പോൾ ഈ പര്യടന വേളയിൽ വിവിധ നാടക അവതരണങ്ങളിൽ കിട്ടിയ ഫണ്ട് എല്ലാം ശേഖരിച്ചു വെച്ചെങ്കിലും ഈ ഫണ്ട് മുഴുവൻ കളവായി പോയി എന്ന് അവിടെ വെച്ച് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു വന്നപ്പോൾ പിന്നെ അത് കോമ്പൻസേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ചില സാമ്പത്തികമായ തർക്കങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായി. ദേവരാജൻ മാഷനാണെങ്കിൽ കെ പി എസ് സിയുടെ നാടക ഗാനങ്ങൾ വളരെ ശ്രദ്ധേയരായ മദ്രാസിലുള്ള 2 ഏജൻസികൾ വഴി അത് സി ഡി ആക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുന്നു. സി ഡി അല്ല, അന്ന് ഗ്രാമഫോൺ റെക്കോർഡാണ്. അപ്പോൾ ഗ്രാമഫോൺ റെക്കോർഡായിട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ അത് എവിടെ പാട്ട് അവതരിപ്പിക്കുമ്പോഴും തൻ്റെ അനുവാദം വേണം എന്ന് ദേവരാജൻ മാഷ് ശഠിക്കുന്നു. അപ്പോൾ കെ പി എസ് സിയുടെ കമ്മിറ്റി പറഞ്ഞു പറ്റില്ല, കാരണം കെ പി എസ് സിയുടെ സ്വത്താണ് ഈ നാടകം. കെ പി എസ് സി അതിന് റെമ്യൂണറേഷൻ കൊടുത്ത് നാടകം എഴുതിക്കുന്നു, റെമ്യൂണറേഷൻ കൊടുത്ത് കമ്പോസ് ചെയ്യുന്നു. അപ്പോൾ അത് ഇതിങ്ങനെ ആക്കി വിൽക്കുന്ന അവകാശം കെ പി എസ് സിക്കാണ്. അങ്ങനെ അതിൻ്റെ പേരിലോ തർക്കം അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ പല ഓരോ ആളുകൾക്കും ഓരോരോ കാര്യങ്ങൾ അതിനകത്ത് വന്നു ചേരുന്നുണ്ട്. ഇപ്പം സുലോചന ഒക്കെയാണ് അവരുടേതായ ചില കാരണങ്ങൾ, പ്രത്യേകിച്ച് സുധർമ്മയ്ക്ക് കുറച്ചുകൂടെ പ്രാധാന്യം കിട്ടുന്നു എന്നൊരു തോന്നൽ. അങ്ങനെ പല കാരണങ്ങളാൽ ഇവർ മാറിപ്പോവുകയാണ് ചെയ്തത്. പക്ഷെ മാറിപ്പോയപ്പോൾ കെ പി എസ് സി കമ്മിറ്റി വളരെ ജാഗ്രത പാലിക്കുകയും അങ്ങനെ ജാഗ്രത പാലിച്ചതിൻ്റെ ഫലമായിട്ടാണ് അതിനുശേഷം ഉണ്ടാകുന്ന കമ്മിറ്റിയിൽ 1960 ഇവർ പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന കമ്മിറ്റിയിൽ EMS ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രബലരായ നേതാക്കൾ എല്ലാവരും പങ്കെടുത്താണ് കെ പി എസ് സിയുടെ അന്നത്തെ ജനറൽ ബോഡി കൂടി തീരുമാനിക്കുന്നു കെ പി എസ് സി തകരാൻ പാടില്ല, നിലനിൽക്കുക തന്നെ വേണം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെയാണ് കെ പി എസ് സിയിലേക്ക് പുതിയ ചില ആളുകൾ വന്നു ചേർന്നതിൽ ഒരു പ്രധാനപ്പെട്ട ആളാണ് ഗാനരചനയ്ക്കായി ഒ.എൻ. വി. കുറുപ്പ് സാറിന് പകരം എത്തുന്നത് വയലാർ രാമമോഹനാണ്. മാത്രമല്ല നാടകത്തെക്കുറിച്ചുള്ള സങ്കല്പം തന്നെ മാറ്റുകയും പൊതുസമൂഹത്തിന് മുഴുവൻ ആവശ്യപ്പെടുന്ന ഒരു നാടകം വേണം എന്നവർ തീരുമാനിക്കുന്നു. അങ്ങനെ തീരുമാനിച്ച് എഴുതിയ നാടകമാണ് ഇന്ത്യൻ നാടക ചരിത്രത്തിൽ അങ്ങനെ ഒരു നാടകം ആദ്യമായിട്ട് ഉണ്ടാവുകയാണ്. ഒരു ലോകത്തെ പ്രധാന കഥാപാത്രമാക്കിക്കൊണ്ടൊരു നാടകം ഉണ്ടാകുന്നു. അതാണ് അശ്വമേധം എന്ന നാടകം. അശ്വമേധം വന്നപ്പോഴത്തേക്ക് കെ പി എസ് സിയുടെ അതുവരെ ഉണ്ടായിരുന്ന കെ പി എസ് സിയുടെ ഒരു രാഷ്ട്രീയ നാടകവേദി മാത്രമായി നിന്നിരുന്ന കെ പി എസ് സി കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ആകെ നാടകവേദിയായി മാറുകയാണ് ആ നാടകം വന്നപ്പോഴത്തേക്ക്. കുഷ്ഠരോഗമാണ് അതിൽ പ്രധാനമായിട്ടും. അസംബ്ലിയിൽ വന്ന ചർച്ച രോഗം ഒരു കുറ്റമാണോ എന്ന ചോദ്യം. തെരുവിലൂടെ നടന്നു പോകുന്ന കുഷ്ഠരോഗികളെ എല്ലാം ക്രിമിനൽസ് കുറ്റവാളികളായി കാണുകയും ഇവരെ ഓടിച്ചിട്ട് പിടിച്ച് ജയിലിൽ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ അസൈലത്തിൽ കൊണ്ട് തള്ളുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതെല്ലാം മാറി. ആ മാറ്റം അശ്വമേധം എന്ന നാടകം വന്നപ്പോഴത്തേക്ക് മാറ്റമുണ്ടായി. ആ നാടകത്തിലെ പാട്ടൊക്കെ തലയ്ക്ക് മീതെ ശൂന്യാകാശം താഴെ മരുഭൂമി എന്നൊക്കെയുള്ള പാട്ടുകളൊക്കെ വന്നപ്പോഴത്തേക്ക് അത് വലിയ മാറ്റങ്ങളാണ് അതിലൂടെ ഉണ്ടാകുന്നത്. അതിലാണ് അപ്പോഴത്തേക്ക് സംഗീത സംവിധാനത്തിന് തന്നെ രാഘവ മാഷ് എത്തുന്നതോടേക്ക് കെ പി എസ് സിയുടെ വേറൊരു മുഖമാണ് പൊതുസമൂഹം പിന്നീട് കാണുന്നത്. ആരെങ്കിലും ആ തരത്തിലുള്ള മാറ്റങ്ങളുണ്ടായി. നിങ്ങളെന്നൊക്കെ മനസ്സിലാക്കുന്ന നാടകത്തിൽ മാത്രമാണ് കാമ്പിശ്ശേരി അഭിനയിച്ചത് എന്ന കാര്യം ഓർക്കേണ്ടത്. ഒറ്റ നാടകത്തിലൂടെ മലയാള നാടകവേദിയിലെ ഏറ്റവും പ്രബലനായ നടനായി മാറുകയായിരുന്നു കാമ്പിശ്ശേരി ഒരു നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ, നിങ്ങളെന്നൊക്കെ മനസ്സിലാക്കി മാത്രം. അപ്പോൾ പക്ഷേ അപ്പോഴും അദ്ദേഹം അതിൽ നിന്ന് മാറി ജനകത്തിൻ്റെയൊക്കെ ചുമതലക്കാരനായി പോകുമ്പോഴും കെ പി എസ് സിയുടെ ഭരണസമിതിയിലൊന്നും അദ്ദേഹം മാറിയിരുന്നില്ല. കെ പി എസ് സിയുടെ പ്രസിഡൻ്റായിരുന്നു പിന്നീട് അദ്ദേഹം. അതൊക്കെ ജനാധിപത്യം പോയി കഴിഞ്ഞപ്പോൾ കെ പി എസ് സിയുടെ പ്രസിഡൻ്റായി കാമ്പിശ്ശേരി വരികയാണ്. തോപ്പിൽ ഭാസി സെക്രട്ടറിയുമാവും. കെ പി എസ് സി കൂടുതൽ ശക്തമായി 60 മുതൽ മുന്നോട്ട് കഴിഞ്ഞു പോവുകയാണ്.
അങ്ങനെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് 64-ലെ പിളർപ്പ് വരുന്നത്. 64-ലെ പിളർപ്പ് KLPSCയെ ഉലച്ചില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയുകയില്ല. 64-ലെ പിളർപ്പ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ആകെ ഉലക്കുകയുണ്ടായി, സാധാരണ പ്രവർത്തകരെ ഉലക്കുകയുണ്ടായി, പൊതുസമൂഹത്തെ ആകെ ഞെട്ടിക്കുകയുണ്ടായി. അത് KPSCയും ബാധിച്ചു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ KPSC അത് അതിജീവിച്ചത് ഈ കലയുടെ മൂല്യം, കലയുടെ ആന്തരികമായ അന്തസത്തയെ ഉയർത്തി അങ്ങനെ നാടകം നടത്തി നാടകത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തുകയായിരുന്നു ചെയ്തത്. പാർട്ടിയുടെ പിളർപ്പ് ഉണ്ടായപ്പോൾ KPSCയിലെ നടീനടന്മാരൊക്കെ തന്നെ CPIയോടൊപ്പം നിൽക്കാൻ കാരണമെന്ന് പറയുന്നത് KPSCയിലെ അമരക്കാരായിരുന്നവരെല്ലാം അങ്ങനെ നിൽക്കുകയായിരുന്നു. തോപ്പിൽ ഭാസി, കമ്പിശ്ശേരി, അതിൻ്റെ പ്രവർത്തകരായിരുന്ന മറ്റ് പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ അങ്ങനെ നിന്നു. ജനാർദ്ദനക്കുറുപ്പൊക്കെ അതിന് മുൻപ് തന്നെ KPSCയിൽ നിന്ന് അദ്ദേഹം പ്രാക്ടീസ് ചെയ്യാനായിട്ട് എറണാകുളം ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോയപ്പോഴത്തേക്ക് അദ്ദേഹം KPSCയിൽ നിന്നൊക്കെ വിട്ടുപോയിരുന്നു. രാജഗോപാലൻ നായരും CPIയുടെ ഭാഗമായി നിന്നവർ. അപ്പോൾ KPSCയുടെ ഭരണസാരത്തിലിരുന്ന പ്രധാനപ്പെട്ട ആളുകളെല്ലാം അങ്ങനെ നിന്നതുകൊണ്ട് KPSC എന്ന സംഘത്തെ ഇങ്ങനെ നിലനിർത്താൻ കഴിഞ്ഞു എന്നതാണ് അതിൻ്റെ ഒരു സത്യം. അതാണ്. എന്നാൽ CPIM അത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയോ KPSCയെ തളർത്താൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തതായി ചരിത്രത്തിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നതുകൂടി നമുക്കിവിടെ പറയേണ്ടതുണ്ട്. പാർട്ടിയിൽ വലിയ വടംവലി ഉണ്ടായി, പിടിച്ചെടുക്കലിന് വേണ്ടിയുള്ള ശ്രമം പല സ്ഥാപനങ്ങളും, ഇപ്പം തിരുവനന്തപുരത്തെ MN സ്മാരകത്തിൽ തന്നെ അങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും ആലപ്പുഴയിൽ തന്നെ പല സ്ഥാപനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. പക്ഷേ KPSC പിടിച്ചെടുക്കുന്നതിനുള്ള ശ്രമം അങ്ങനെ ഉണ്ടായില്ല എന്നതാണ് അതിൻ്റെ ഒരു സത്യം. അതാണ് KPSC ഭരണസാരഥ്യത്തിൽ നിന്ന ആളുകളും കലാകാരന്മാരും ഇതിനോടൊപ്പം CPIയോടൊപ്പം നിൽക്കുകയാണ് ചെയ്തത്.